ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാമക്ഷേത്രം പ്രചാരണായുധമാക്കാൻ ഡൽഹിയിൽ ചേർന്ന ബി.ജെ.പി. നേതൃയോഗത്തിൽ തീരുമാനം. സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചാരണം ശക്തമാക്കും. അടുത്ത മാസം 15 മുതൽ മണ്ഡലമടിസ്ഥാനത്തിൽ ബി.ജെ.പി. ക്ലസ്റ്റർ യോഗങ്ങൾ തുടങ്ങും. പുതുമുഖ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ വിവിധ ക്ലസ്റ്റർ യോഗങ്ങളിൽ പങ്കെടുക്കും. 2024-ൽ 300-ലധികം സീറ്റ് നേടി ഭരണ തുടർച്ചയാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, ഈ സ്വാഭാവികമായും രാമക്ഷേത്രം പ്രധാനപ്പെട്ട പ്രചാരണായുധമാക്കും എന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. ഇപ്പോൾ ഡൽഹിയിൽ ചേർന്ന ബി.ജെ.പിയുടെ നേതൃയോഗത്തിൽ ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനവുമായിരിക്കുന്നു. എന്തൊക്കെയാണ് ബി.ജെ.പിയുടെ 2024-ലെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ? ഗോപി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് ഈ ജനുവരിയിൽ 22-ാം തീയതി അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനം നടക്കാനിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ബി.ജെ.പി. ഉയർത്തുമെന്നുള്ള ചില സൂചനകളെല്ലാം തന്നെ വന്നിരുന്നു. എന്തായാലും ബി.ജെ.പിയുടെ കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ, പ്രചരണ വിഷയമായി തന്നെ ഉന്നയിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കളടക്കം അത് വലിയ പ്രചരണ വിഷയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിഷ്ഠാ ദിനം ജനുവരി 22-നുള്ള പ്രതിഷ്ഠാ ദിനം അത് സമൂഹ മാധ്യമങ്ങളടക്കം പരമാവധി ലൈവുകൾ നൽകുക, കൂടാതെ തന്നെ പരമാവധി ചർച്ച ചെയ്യിക്കണം എന്നൊരു നിലപാടാണ് ഇന്ന് ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 30-ന് അയോധ്യ സന്ദർശിക്കുന്നുണ്ട്. റോഡ് ഷോ അടക്കം സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ അയോധ്യ ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുകയാണ് ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള 38 വോട്ട് വിഹിതം എന്നുള്ളത് അതേതാണ്ട് 50% ഉയർത്തണം എന്നൊരു നിർദ്ദേശമാണ് നേതൃയോഗത്തിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷന്മാർക്കും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾക്കടക്കം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം 350+ അധികം സീറ്റുകൾ നേടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പരമാവധി പുതുമുഖ വോട്ടർമാർ, അതോടൊപ്പം തന്നെ വനിതകൾ, കൂടാതെ കർഷകർ, ഇവരെല്ലാം തന്നെ ഒന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ വോട്ടുകളെല്ലാം തന്നെ ബി.ജെ.പിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നൊരു നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്കടക്കം നൽകിയിരിക്കുന്നത്. അത്തരം ചില മാസ്റ്റർ പ്ലാനുകളാണ് കഴിഞ്ഞ 2 ദിവസം ചേർന്ന ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിലെല്ലാം ഉന്നയിച്ച കാര്യം. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന ദിവസങ്ങളടക്കം അത് വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം പ്രതിഷ്ഠാ ദിനം മാറും. പ്രധാനമന്ത്രി 22-ാം തീയതി പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ബി.ജെ.പി. അത് പരമാവധി രാഷ്ട്രീയ വിഷയമായി തന്നെ ചർച്ചയാക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ബി.ജെ.പി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ തീരുമാനങ്ങളും വരുന്നത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.